എനിക്ക് സ്കൂളിൽ പോണം. അതിന് അച്ഛൻ എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അമ്മ എനിക്ക് വേണ്ടിട്ട് ചോറ് റെഡിയാക്കുക. അപ്പൊ രാവിലെ ടൈം ടേബിൾ ഒക്കെ എടുത്തു വെക്കുക. അപ്പൊ അമ്പാടിയുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സ്നാക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ്, ഇത് ലഞ്ചാണ്, ഇത് സ്നാക്ക്. അപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ വെള്ളവും വെക്കുന്നത്. പിന്നെ അവർക്ക് ഫുഡ് കഴിക്കുമ്പോൾ യൂസ് ചെയ്യാനായിട്ട് 2 ടവലും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലഞ്ച് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 8:30 ആയിട്ടുണ്ട്. 8:30 സമയത്താണ് അമ്പാടിക്ക് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ 8:45 ആകുമ്പോൾ അവർക്ക് ബെല്ലടിക്കും. ഇവിടെ അടുത്ത് തന്നെ സ്കൂള്. അപ്പം 8:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങും. സാധാരണ ദിവസങ്ങളിലൊക്കെ ഞാൻ ട്യൂഷന് പോകുന്നുണ്ട്. ഈ പോകുന്ന സമയത്തൊന്നും ഞാനിവിടെ കാണത്തില്ല. ഇന്ന് എനിക്ക് ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പോകുന്നതൊക്കെ കാണാൻ പറ്റി. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ സ്കൂള്. അതുകൊണ്ടാണ് ഹെൽമെറ്റ് ഒന്നും വെക്കാത്തത്. ആ ഒരു വളവ് കഴിയുമ്പോൾ സ്കൂളാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വ്ളോഗ് എടുക്കണമെന്ന് വിചാരിച്ചൊന്നും അല്ല. പിന്നെ കുറേ പേര് കുറേ നാൾ കൊണ്ട് ചോദിക്കുന്നു, ഈ മിറ്റമൊക്കെ എന്താ നിങ്ങൾ വൃത്തിയാക്കാത്തത്, പുല്ല് നട്ടുപിടിപ്പിക്കുവാണോ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു മറുപടിയായിട്ടാണ് ഇന്ന് ഞങ്ങൾ വ്ളോഗുമായിട്ട് വരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കണ്ടോ, ഞങ്ങളുടെ മിറ്റം കണ്ടോ. ഇത് കഴിഞ്ഞ ആഴ്ച തൊഴിലുറപ്പിലെ അമ്മമാർ ചേർന്ന് ഇതെല്ലാം വൃത്തിയാക്കിയതാണ്. വൃത്തിയാക്കിയിട്ട് പോയിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. നോക്ക് ഇതിൻ്റെ അവസ്ഥ നോക്ക്. ഈ കാണിച്ചതെല്ലാം അയ്യവാണ്. പിന്നെ നമ്മുടെ ബൗണ്ടറിക്കകത്ത് അതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാസത്തിലൊരു 2 പ്രാവശ്യമെങ്കിലും ഞങ്ങൾ വൃത്തിയാക്കാറുണ്ട്. 1-2 വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുമായിരിക്കും നല്ല വൃത്തിയായിട്ട് കിടക്കുന്ന മിറ്റം. അതിനുശേഷം 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും പുല്ല് നന്നായിട്ട് നമ്മൾ ചെത്തിയതിനെക്കാട്ടിലും നല്ല വൃത്തിയായിട്ട് തന്നെ അത് കിളിച്ച് വരും. അത് ഈ മണ്ണിൻ്റെ ഒരു കുഴപ്പമായത്. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഇങ്ങനെ തന്നെയാണ്. ഇനി ആകെ ഒരു മാർഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർലോക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്തെങ്കിലും ചിപ്സോ അങ്ങനെ എന്തെങ്കിലും ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനും ഈ മഴയും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടൊന്നും നടക്കുന്നുമില്ല. അതുപോലെ തന്നെ ഇവിടെ ആണെങ്കിൽ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിൽക്കുമെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ അങ്ങനെ പെട്ടെന്നൊന്നും മഴയൊക്കെ നന്നായിട്ട് മാറി വെയിലൊക്കെ നന്നായിട്ട് ഉറച്ചെങ്കിൽ മാത്രമേ പോച്ച പോലും ചെത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ കുഴഞ്ഞിരിക്കും ഇവിടെ. അപ്പോൾ അതാണ് ഇങ്ങനെയൊക്കെ ഈ മിറ്റമൊക്കെ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ അവസ്ഥ. ഈ ഏരിയയിലുള്ളവർക്കൊക്കെ മനസ്സിലാവും. അതുകൊണ്ട് ഈ ഏരിയയിലുള്ളവർക്കൊന്നും നമുക്കങ്ങനെ ഈ പോച്ച കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെന്താ പറയുക, കൂടുതൽ പേര് ഇവിടെ ഇൻ്റർലോക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിലുള്ളവരൊക്കെ കൂടുതലും പേര് ഇൻ്റർലോക്ക് ചെയ്യും. നമുക്ക് പിന്നെ ഇപ്പം അത് ചെയ്യുന്നില്ല. പിന്നെ എന്തെങ്കിലും ചിപ്സ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ മിറ്റം ഇങ്ങനെ കിടക്കുന്നത്. അല്ലാതെ ഇങ്ങനെ പോച്ച പിടിച്ച് കിടക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആകെ ഒരു പോംവഴി എന്ന് പറയുന്നത് ഇൻ്റർലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. അത് ഭാവിയിൽ ചെയ്യണമെന്ന ആഗ്രഹത്തിലാണ് ഞങ്ങളും ഇരിക്കുന്നത്. ഓൾറെഡി നമ്മൾ ഈ അയ്യത്ത് എന്താ പറയുക, ചീനി, ചേന, ചേമ്പ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസ് വന്ന ചീനിക്കമ്പുകളാണ് ഈ ഇരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് തൊഴിലുറപ്പിലെ കുറച്ച് അമ്മമാർ ഇവിടെ തടമൊക്കെ വെട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പിന്നെ വാഴ, ചേന അങ്ങനെയൊക്കെ ഉള്ളത് നടാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ തടമെടുത്ത് തന്നേക്കുന്നത്. ഇങ്ങനെ ഏകദേശം ഒരു 40 തടത്തോളം ഉണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള വാഴവിത്തുകളും പിന്നെ ചേനയും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, നടാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ്. ഇവിടെ അടുത്ത് ആദിക്കാട്ട് കുളങ്ങര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ കൂടുതൽ ഈ വാഴവിത്തുകളും കാര്യങ്ങളുമൊക്കെ അവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അവിടെ പോയി അത് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇടയ്ക്ക് ഈ ഭാഗവതം വായിക്കുന്ന നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ സപ്താഹമുണ്ട്. അപ്പോൾ സപ്താഹം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹഞ്ചിൻ്റെ മുഖത്ത് പുഞ്ചിരി വന്നു. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ ഒരു പിന്നെ വാഴവിത്തും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടേ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ അതും നമുക്ക് കാണാം. അവിടെ പോയി സെലക്ട് ചെയ്യാം എന്തൊക്കെ വാഴവിത്ത് വേണമെന്ന്. ഓൾറെഡി നമുക്കിവിടെ ചുമന്നതുണ്ട്. ഇത് പച്ചച്ചിങ്ങ നിൽപ്പുണ്ട്, പൂവൻ വാഴ ഇപ്പോൾ ഉണ്ട്. പിന്നെ ഒരു വെറൈറ്റി സാധനമുണ്ട്. വെറൈറ്റി അത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് കടമനാട്ടിൽ നിന്ന്. ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഇത് ഷുഗർലെസ് ആണ്. ഷുഗർലെസ് വാഴപ്പഴമാണ്. സുന്ദരി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. ഇവരെ കാണാൻ ഒരു സുന്ദരിയാണ്. അതിൻ്റെ ഇലയൊക്കെ കാണാൻ നല്ല രസമുണ്ട്.
ഹിന്ദി നടിമാരുടെ കൂട്ട സ്കെൽറ്റ. ഇതിന്റെ വണ്ണം കണ്ടോ, ഇതിന്റെ മൊത്തത്തിലുള്ള വണ്ണം മൊത്തത്തിൽ സ്കെൽറ്റ. അതിന്റെ ഇതാണ്ട് ഒരു കൊലയുണ്ട്. ഇവര് വിളയാറായി വരുന്നു. ഇതിന്റെ പഴമെന്ന് പറഞ്ഞാൽ ഷുഗറായിട്ടുള്ള പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റുന്നൊരു പഴമാണ്. അപ്പോൾ ഇത് നല്ലൊരു വാഴവിത്താണ്. അത് വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ്. അപ്പോൾ അതിൻ്റെ കുട്ടികളും ഉണ്ട് കുറച്ച്. ഇതും പച്ചച്ചിങ്ങനാണ്. പച്ചച്ചിങ്ങൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയത്തില്ലായിരിക്കും. റോബസ്റ്റ എന്ന് പറയുന്നത് ആ പഴമാണ്, ആ വാഴയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ മുരിങ്ങ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാവ്, ഒട്ടുമാവ്, പിന്നെ തെങ്ങൻ തൈ വെച്ചിരുന്നു കുറേ. അത് നേരത്തെ വെച്ചിരുന്നതാണ്. ഒരു 10-15 കൂടെ തെങ്ങൻ തൈ ഉണ്ട്. ഇതെല്ലാം നമ്മളിവിടെ നട്ടിട്ടുണ്ട്. പിന്നെ എല്ലാ വീട്ടിലും അത്യാവശ്യം വേണ്ടുന്നൊരു സാധനം ഇത് കേട്ടോ. എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു എന്താ പറയുക, ഒരു ഫ്രൂട്ടുമാണ്. നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന പാചകം ചെയ്യാൻ പറ്റിയ തോരൻ വെക്കാം, അസ്ത്രം വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക, ഒരു വെജിറ്റബിൾ ആണ്. അതെ, വാക്ക് കിട്ടുന്നില്ല. മുരിങ്ങ, ഈ നാടൻ മുരിങ്ങ. ചീനിയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അത് കൊത്താറായി. പോച്ച കൊണ്ട് കാണാൻ പറ്റാത്ത. കഴിഞ്ഞ അവിടെ കുറേ കൃഷികളുണ്ടായിരുന്നു. ഇതിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് വെള്ളരി, കുമ്പളം, പിന്നെ പടവലമല്ല, മറ്റേ വലിയൊരു മറ്റേ ഈ കറിക്കായ്ക്കകത്ത് കിട്ടുന്ന ഒരു പോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, പാവല്, പയറൊക്കെ ആവശ്യം പോലെ നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ ആവശ്യത്തിനുള്ളതെല്ലാം നമുക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഈ പോച്ച കാരണം ഇതൊന്നും കാണാൻ പറ്റാത്ത. നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ കയറും എന്താ പറയുക, കടകളിൽ പോയി വാങ്ങിക്കാറില്ലായിരുന്നു, ഇവിടുന്നൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ ഇതിനേക്കാളും വലുതായിട്ടാണ് പോച്ച നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നത് പോച്ചയുടെ ഒരു തോട്ടമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ പോയിട്ട് വരാം. പപ്പ വന്നിട്ടുണ്ട്, ഓട്ടോയിലാണ് പോകുന്നത്. അപ്പം ഇവിടെ നിന്നാണ് ഞങ്ങൾ വാഴവിത്ത് വാങ്ങിക്കുന്നത്. അപ്പം ഇവിടെ വാഴവിത്തുകൾ മാത്രമല്ല, പച്ചക്കറി തൈകളൊക്കെ ഉണ്ട്. ഈ റോഡ് സൈഡിന് അപ്പുറത്ത് കാണുന്ന കണ്ടോ, അത് ആദിക്കാട്ടുകുളങ്ങര പള്ളിയാണ്. ഫേമസ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. മുളകിൻ്റെ തൈയൊക്കെയാ. ഇതാണ്ട കുരുമുളക്. റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടിയുടെ സൗണ്ടൊക്കെ നന്നായിട്ടുണ്ട്. അപ്പം നിങ്ങളത് ക്ഷമിക്കുക. ഈ എടുക്കുന്നത് ഏത്തവാഴയുടെ വിത്താണ്. ഇത് ചുമന്ന വാഴയുടെ വിത്താണ്. അപ്പം ഞങ്ങൾ ഏത്തവാഴയും ഞാലിപ്പൂവനാണോ? ഞാലിപ്പൂവൻ്റെ വിത്തും ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പം ഞങ്ങൾ വാങ്ങിച്ച വാഴവിത്തെല്ലാം കൂടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ചേനയും കൂടെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ വിപണി നടക്കുന്നതേ ഉള്ളൂ. അപ്പം അതുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു. ഏടി, നിനക്ക് ഈ ഒരു തുണിയുള്ളൂ? എന്ത് ചെയ്യാൻ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. വേറൊന്നും കൊണ്ടല്ല, മിക്കവാറും ഉള്ള വീഡിയോകളിലെല്ലാം ഇവൾ ഈ ഒരു തുണിയെ ഇടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് കമന്റ് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവൾ എല്ലാ വീഡിയോയിലും ഇതേ ഇടുന്നുള്ളൂ. അത് തന്നെ ഞാനും ചോദിക്കുന്നത്, നിനക്ക് ഈ ഒരു തുണിയേ ഉള്ളൂ. അത് വേറെ തുണിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല. എനിക്ക് കംഫോർട്ടായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിന്റെ നാശം കാണാതെ പിന്നെ ഞാൻ വേറൊന്നും എടുക്കത്തില്ല. എന്നാലും ഈ അടുത്തിടയ്ക്കുള്ള വീഡിയോസിലൊക്കെ വേറെ തുണിയൊക്കെ ഇടുന്നുണ്ട്. പിന്നെ കൂടുതലും ഞാൻ ഈ ഒരു ഡ്രസ്സായിരിക്കും ഇടുന്നത്. അതുകൊണ്ട് ഒരുപാട് കമൻസും മെസ്സേജും ഒക്കെ വരുന്നുണ്ട്, എനിക്ക് വേറെ തുണി ഇല്ലയോ എന്ന്. തുണിയൊക്കെ വേറെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് കംഫോർട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഇനി ഇത് ഇത് നന്നായിട്ട് നശിച്ചെങ്കിൽ മാത്രമേ ഇനി ഞാനിത് മാറ്റത്തുള്ളൂ. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ ജോലി എന്താണ്, നമ്മൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോന്നൊക്കെ. വേറെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ, ചേട്ടൻ അഖിലൻ ആർഡി ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഒരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. പിന്നെന്താ, കേക്ക് ബേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ എടുപ്പും പിന്നെ വീട്ടിലെ ജോലികളും എല്ലാം കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ 24 മണിക്കൂർ തന്നെ തികയുന്നില്ല. പിന്നെ എൻ്റെ ബ്രദറിന് ഒരു PSCയുടെ ചാനലുണ്ടായിരുന്നു, PSC വിത്ത് അനന്തു NRD എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്തിൽ ഇപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും, മാത്സിൻ്റെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ. അപ്പം അങ്ങനെയൊക്കെ കുറേ ജോലികളുണ്ട്. അങ്ങനെ സമയം പോകുന്നൊന്നും അറിയത്തില്ല, സമയം തികയുന്നില്ല. അപ്പം ഞങ്ങളുടെ ജോലി ഇതൊക്കെയാണ്. പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീഡിയോയ്ക്കകത്തിൽ എൻ്റെ അമ്മയാണോ ചേട്ടൻ്റെ അമ്മയാണോ അഭിനയിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവും അത് എൻ്റെ അമ്മ തന്നെയാണ്. പിന്നെ ചേട്ടൻ്റെ വീട് കടമ്പനാട്ട. അവിടാണ് ചില വീഡിയോസിൽ, നേരത്തെ ചില ഷോർട്സ് വീഡിയോസിലൊക്കെ ചേട്ടൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ അവിടെ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുക്കാറുണ്ട്.
കൂടുതലും വൈകുന്നേര സമയത്തും അങ്ങനെയൊക്കെ പോയാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ടുള്ള സമയം കിട്ടാറില്ല. പിന്നെ ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നത്, അല്ലെ ഞങ്ങളുടെ കൂടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം ഞാനും ചേട്ടനും മോനും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ കൂടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ. അപ്പൂപ്പനാണെങ്കിൽ ഇടയ്ക്ക് കാലിൻ്റെ ഓപ്പറേഷൻ, മുട്ട് മാറ്റി വെക്കുന്ന ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പകൽ സമയത്ത് അപ്പൂപ്പന് ഒരാൾ സഹായമായിട്ട് വേണ്ടതുകൊണ്ട് പകൽ സമയത്ത് അവിടെ മാമിയൊക്കെ ജോലിക്ക് പോകും. അവിടെ വേറെ ആരുമില്ല. അതുകൊണ്ടൊരു 3 മാസമായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. കഴിഞ്ഞ ദിവസം അപ്പൂപ്പൻ തിരിച്ച് വീട്ടിലോട്ട് പോയത്. ഇപ്പം അപ്പൂപ്പന് കുഴപ്പമൊന്നുമില്ല, സ്വയം പര്യാപ്തതയൊക്കെ നേടി സ്വന്തമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം അപ്പൂപ്പൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോയേക്കുക. ഇപ്പം ഇവിടെ ഞങ്ങൾ വീണ്ടും 3 പേര് തന്നെയായി, തനിച്ചായി. അപ്പം നിങ്ങൾ മെസ്സേജിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസിനൊക്കെ ഞങ്ങൾ ഉത്തരം നൽകിയിട്ടുണ്ട്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്, എല്ലാം ഒന്നും ഓർമ്മയും വരുന്നില്ല. അപ്പോൾ ഇനി എന്താണ്, തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ വ്ളോഗുമായിട്ടൊക്കെ വരാം. അതിലൂടെ ഇനി ബാക്കി ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുമായിട്ടൊക്കെ വരുന്നതായിരിക്കും. പിന്നെ മാക്സിമം ഞങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ കമൻറ്റിന് റിപ്ലൈ ഒക്കെ തരാറുണ്ട്. അതുപോലെ തന്നെ ചില കമൻറ്റുകൾക്ക് റിപ്ലൈ തരാത്തത് സമയക്കുറവ് കൊണ്ടാണ്. അത് തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും, അതിന് യാതൊരു മാറ്റവും ഇല്ല. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. റിപ്ലൈ തരാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും സമയം വിലപ്പെട്ടത് തന്നെയാണ് അല്ലേ. ആ വിലപ്പെട്ട സമയത്തിൽ നിങ്ങളൊരു സ്മൈലി ആണെങ്കിൽ പോലും എന്താണ്, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കളയുന്നുണ്ടല്ലോ. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്താണ്, കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇനി അടുത്ത വ്ളോഗിലൂടെ നമുക്ക് കാണുന്നത് വരെ താങ്ക് യു. ബായ്. അപ്പൊ സപ്താഹത്തിന് സമയമായി, ഞാൻ പോയി കുളിച്ചിട്ട്. അപ്പം ഞങ്ങൾക്ക് സപ്താഹത്തിന് ചോറുണ്ണാൻ പോകണം. അതുപോലെ തന്നെ കുഞ്ഞിനുള്ള ചോറ് വാങ്ങിച്ചുകൊണ്ടും വരണം. അപ്പോൾ എല്ലാവർക്കും ബായ്.